ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയിട്ടുള്ള ബാഡ് ഗൈസ് ഓൾവേസ് ഡൈ എന്ന ഒരു ആക്ഷൻ കോമഡി സിനിമയാണ്. അപ്പൊ എങ്ങനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മളുടെ നായകനായിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറിനെ കാണിക്കുകയാണ്. അവനൊരു സൂപ്പർ മാർക്കറ്റിൽ ഇരുന്നിട്ട് എന്തോ കാര്യമായിട്ട് മാഗസിനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവന്റെ സ്കൂളിൽ പഠിക്കുന്ന ചില പിള്ളേര് അവിടേക്ക് വരുന്നുണ്ട്. അതിലൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ചില സാധനങ്ങൾ ആരും കാണാതെ നൈസായിട്ട് ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നമ്മുടെ ഹീറോയും കാണുന്നുണ്ട്. അവൻ അവളെ പോയിട്ട് കൈയോടെ തന്നെ പിടിക്കുകയാണ്. ഇപ്പൊ അവളുടെ ചെവിക്ക് പിടിച്ചിട്ട് ബില്ലിങ്ങിലേക്ക് നമ്മുടെ ഹീറോ കൂട്ടിയിട്ട് പോവാണ്. ശരി, എന്തെങ്കിലും ആവട്ടെ, അവൾ അടിച്ചു മാറ്റിയിട്ടുള്ള സാധനങ്ങൾക്ക് ഇവൻ തന്നെ പേ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാതെ അവിടെ അടുത്തുണ്ടായിരുന്ന ചില ബ്രായ എടുത്തിട്ട് ഇവൻ അറിയാതെ അവന്റെ ബാഗിലേക്ക് തിരികെ വെക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അവിടുന്ന് എസ്കേപ്പ് ആയി പോവാണ്. ഇപ്പൊ സാധനങ്ങൾക്ക് പേ എല്ലാം ചെയ്തതിനു ശേഷം അവൻ അവിടുന്ന് പോവാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ കടക്കാരനിപ്പോ അവനോട് പറയാണ്, എന്തോ ഒരു കാര്യം നീ മറന്നിട്ടുണ്ടല്ലോ, എന്താന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്റെ ബാഗ് ഇപ്പൊ പിടിച്ചു വാങ്ങാണ്. നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ 2 ബ്രേസേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓഹോ, ഇത് നീ അടിച്ച് മാറ്റിയതാണല്ലേ എന്നിങ്ങനെ കടക്കാരനിപ്പോ അവനെ കുറ്റപ്പെടുത്താണ്. ഇത് കഴിഞ്ഞപ്പോ ഹീറോയ്ക്കും നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു പിള്ളേരുടെ പണിയാണ്, അതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ഒരു സ്റ്റോർ മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവനെ ഒരുമാതിരി ഇതൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ടൈപ്പായിരുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി അവനിപ്പോ കൗണ്ടറിൽ നിന്ന് ആശാനെ വലിച്ചിറക്കാണ്. അവിടെ വെച്ചിട്ട് തന്നെ അവനെ എടുത്തിട്ട് കുത്തുന്നുണ്ട്. അയാളും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. അയാളും ഇപ്പൊ ഇവനെ തിരിച്ചു തല്ലാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവന്റെ സ്കൂളിന്റെ പ്രിൻസിപ്പള് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അയാള് ഇതെല്ലാം കണ്ടിട്ട് കിളിപോയി അങ്ങനെ നിൽക്കുകയാണ്. തൊട്ടടുത്ത സീനില് പ്രിൻസിപ്പാള് അവനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇങ്ങനെയാണ് പെരുമാറുന്നത്. പുറത്തിറങ്ങിയിട്ട് അയ്യേ എന്തൊക്കെയോ പ്രായോ എന്തൊക്കെയോ അടിച്ചു മാറ്റിയിട്ടെന്നൊക്കെ പറയുന്നു. നിനക്ക് ഇങ്ങനെയുള്ള അസുഖം ഉണ്ടെന്നുള്ളത് എനിക്ക് പണ്ട് തന്നെ അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ അവന്റെ അടുത്ത് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തതല്ല, ഈ ഒരു സ്കൂളിലത്തെ പിള്ളേർ ചെയ്തതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ പ്രിൻസിപ്പൽ ആണെന്നുണ്ടെങ്കിൽ അതും ഇതൊക്കെ പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു കുരുത്തം കേട്ട പെണ്ണ് അതിലെ വന്നിട്ട് അവന്റെ കൊഞ്ഞനം കാണിക്കുകയാണ്. നൈസായിട്ട് നീ എനിക്ക് ആപ്പ് വെച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇപ്പൊ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, നാളെ വെക്കേഷൻ സ്റ്റാർട്ട് ആവാണ്. ആ ഒരു വെക്കേഷൻ സമയത്തെങ്കിലും ഇതുപോലത്തെ ഊളത്തരമൊന്നും കാണിച്ചിട്ട് എന്റെ പേര് കളയാൻ നിൽക്കരുത്. ഇപ്പൊ തന്നെ നീ ആ ഒരു ഷോപ്പിൽ നിന്നും അടിച്ചു മാറ്റിയ സാധനങ്ങൾക്ക് ഞാനാണ് പൈസ കൊടുത്തത്. നിന്റെ സാലറിയിൽ തന്നെ ഞാനത് കട്ട് ചെയ്തെടുക്കും. ഇപ്പൊ പോയിക്കോന്ന് പറയാണ്. ഹീറോയും ഇപ്പൊ പോകാൻ തുടങ്ങുന്നുണ്ട്. അതേസമയത്ത് തന്നെ പ്രിൻസിപ്പൽ പോകുന്നതിന് മുന്നേ നീ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു സാധനം കൂടി കൊണ്ടുപോയിക്കോന്ന് പറയാണ്. ഇപ്പൊ ആരും കാണാതെ അവനെടുത്തിട്ട് അത് ഷർട്ടിന്റെ ഉള്ളിലേക്ക് തിരികിട്ട് നൈസായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇവൻ പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ഇവന്റെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്. എന്താണ് നാളെ ട്രിപ്പിന് പോകാനായിട്ട് ഒരു കാറൊക്കെ സെറ്റ് ചെയ്തോ? അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാത്ത ലഗേജ് ഒന്നും എടുക്കാതെ നേരെ ജിജി ദ്വീപിലേക്ക് വന്നാൽ മതി. നമുക്ക് അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ കോള് കട്ട് ചെയ്യാണ്. അവനങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാറിന്റെ ഉള്ളിലുണ്ടായിരുന്നത് ഇവനെ പറ്റിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെങ്കുച്ചിനെയായിരുന്നു. ഇവളെ കണ്ട സമയത്ത് തന്നെ നിന്നെ രക്ഷിക്കാൻ നോക്കിയിട്ട് ഞാനാണ് അവസാനം പെട്ടത്, എന്നിട്ട് നീ എന്നെ കൊഞ്ഞനം കുത്തിട്ട് പോയല്ലേ, ഇതാരാ നിന്റെ അച്ഛനാണോ? ഓ, ഇങ്ങനെയൊക്കെ തന്നെ പിള്ളേരെ വളർത്തി വെക്കണം. ഈ ഒരു വെക്കേഷൻ ഒന്നും കഴിഞ്ഞോട്ടെ, ബാക്കി ഞാൻ ശരിയാക്കി തരാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആ ഒരു പെൺകുട്ടി ഇവന്റെ മുഖത്തേക്ക് വളരെ ദയനീയമായിട്ട് അങ്ങനെ നോക്കുകയാണ്. ഇവനിവിടെ കിടന്നിട്ട് എന്തൊക്കെയോ തള്ളി കളിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ഇവനെ മൈൻഡ് പോലും ചെയ്യാതെ ആ ഒരു കാറ് പെട്ടെന്ന് സ്റ്റാർട്ടാക്കിയിട്ട് അവിടുന്ന് പോവാണ്. ഈ ഒരു പോണ പോക്ക് കഴിഞ്ഞപ്പോ ഹീറോ തലയെ കൈവച്ചിട്ട് പറയാണ്, ഇത് നിന്റെ മോളാന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹീറോ ട്രിപ്പിന് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇവനെ പറ്റിയിട്ടുള്ള ആ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവൻ ജനിച്ചത് ചൈനയിലാണ്, പഠിച്ചതൊക്കെ UK-ലാണ്, ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊറിയയിലും. ഇവന്റെ കൂടെ വെക്കേഷൻ എൻജോയ് ചെയ്യാനായിട്ട് ഇവന്റെ 2 ഫ്രണ്ട്സും അതുപോലെ ബ്രദറും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവർ പോകുന്നത് ജിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിലേക്കാണ്. അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്നായിരുന്നല്ലോ ഇവർ ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവന്റെ ഒരു ഫ്രണ്ടിനെ കാണിക്കുകയാണ്. അവനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ആശാൻ അവന്റെ കോഴിത്തരം പുറത്തെടുത്തിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു പെൺകുട്ടീന്റെ അടുത്ത് പോയിരുന്നിട്ട് ഞാൻ 50% ഓഫർ തരാം, 70% ഓഫർ തരാം, അല്ലെങ്കിൽ നീ പൈസ ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇപ്പൊ വളയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നീ അങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം, അതായിരിക്കും നിന്റെ ശരീര വടിവിന് ചേരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വളവളാന്ന് എന്തൊക്കെയോ വിളിച്ചു പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്ന ഒരു പെങ്കുച്ചാണെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നുണ്ടായിരുന്ന വെള്ളം എടുത്തിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവരെ നമുക്ക് ബോബി എന്ന് വിളിക്കാം. ബോബിന്റെ തൊട്ടടുത്തായിട്ട് 2 ആൾക്കാരും കൂടി ഇരിക്കുന്നുണ്ട്. ഫുഡും കോഫിയൊക്കെ ആയിട്ട് അംഗം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഇവനാണ് നമ്മുടെ ഹീറോയുടെ 2ാമത്തെ ഫ്രണ്ട്. അവനെ നമുക്ക് ചാൾസ് എന്ന് വിളിക്കാം. അവന്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് ഇവനാണ് നമ്മുടെ ഹീറോയിന്റെ ബ്രദർ ആയിട്ടുള്ള ടോം. അവൻ എന്തൊക്കെയോ ഇപ്പൊ വായിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു കഥയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 3 പേർക്കും കൊറിയയിൽ ഒരു വേർഡ് പോലും അറിയില്ല. കാരണം ഇവർ 3 പേരും ചൈനീസ് ആണ്. ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹീറോ കുളിച്ചിറങ്ങിയിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവരെയും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഒരു വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് അവരുടെ യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ്. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ മച്ചന്മാരെ നമുക്ക് ആദ്യമായിട്ട് നൈറ്റ് ക്ലബിലേക്ക് പോയാലോ എന്നിങ്ങനെ ബോബി ഇപ്പൊ പറയാണ്. ഇത് കേട്ടുള്ള ചാൾസ് പറയാണ്, ഏയ് അതൊക്കെ തെറ്റല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുവോ? ഓഹോ, അതൊക്കെ തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നീ എന്റെ അടുത്ത് തുണ്ടുപടമായി കണ്ടിട്ടില്ലേ, അത് ചെയ്യാമെങ്കിൽ ഇതും ചെയ്യാം. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇവന്മാർ 2 പേരും കൂടി അടിയാവുകയാണ്. ഇങ്ങനെ ഓരോരോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇവർ പോകുന്നതിന്റെ ഇടയിൽ റോഡ് സൈഡിൽ ഒരു കാർ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത്
കാണുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവന്മാർ വണ്ടി നിർത്തി നോക്കുകയാണ്. ഈ വണ്ടിക്കുള്ളിലായിട്ട് ഒരു പെൺകുട്ടി അപകടം പറ്റി കിടക്കുന്നുണ്ടായിരുന്നു. ഹീറോ പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് ആംബുലൻസിന് വിളിക്കുകയാണ്. എന്നാൽ അവർ ഇവിടേക്ക് എത്താനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നു പറയുന്നുണ്ട്. ഉടനെ തന്നെ ഇവരുടെ കാറിലേക്ക് അവളെ കയറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചാൾസ് പോയിട്ട് അവളുടെ ബാഗും കാറിനെടുത്തിട്ട് അവന്റെ കയ്യിൽ വെക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും അടുത്ത് ഹോസ്പിറ്റൽ പോലും ഉണ്ടോന്ന് അറിയാതെ അവർ വേഗം ആ ഒരു കാറുമായിട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഒരു പോലീസുകാരൻ അങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാന്ന് പറഞ്ഞിട്ട് വണ്ടി മെല്ലെ സൈഡാക്കിയിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അയാളെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. പോലീസുകാരൻ പെട്ടെന്ന് വന്നിട്ട് ബാഗിലിരിക്കുന്നുണ്ടായിരുന്ന ആ ഒരു ലേഡീനെ നോക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ മയങ്ങി കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി ചാടി എണീറ്റിട്ട് ആ ഒരു പോലീസുകാരനെ നെഞ്ചിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. നമ്മുടെ ചെക്കന്മാരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. ബോബിയും ചാൾസും കൂടിയിട്ട് ഇപ്പൊ ചാടി കാറിന്റെ പുറത്തേക്ക് ഇറങ്ങാണ്. ഹീറോയും ടോമും ഇറങ്ങി ഓടാന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഹീറോയുടെ തലയിലേക്ക് അവൾ ഗണ്ണിപ്പ് വയ്ക്കുകയാണ്. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കാർ ഓടിച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ തലയിൽ ഞാൻ ഒരു റോട്ടയിടെന്ന് പറയാണ്. ഇപ്പൊ ഹീറോയും അവന്റെ ബ്രദറും കൂടിയിട്ട് അങ്ങനെ അവളുടെ കൂടെ പെട്ടുപോയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബോബിയും ചാൾസും കൂടിയിട്ട് നടു റോട്ടിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇവന്മാർക്ക് ഇച്ചിരി ബോധം വന്ന സമയത്ത് ആ ഒരു പോലീസുകാരനെ അയാളുടെ കാറിലേക്ക് കയറ്റിയിട്ട് അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഹെൽപ്പ് ചോദിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ ഇവന്മാർക്ക് നടന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് കൊറിയൻ ഭാഷ അറിയില്ലല്ലോ. ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു വയസ്സായിട്ടുള്ള പോലീസുകാരനെ പിടിച്ചൊലിച്ചിട്ട് എന്തൊക്കെയോ ആംഗ്യ ഭാഷയിലൊക്കെ കാണിച്ചിട്ട് ആ ഒരു പോലീസുകാരനെ കാണിച്ചു കൊടുക്കാനായിട്ട് കാറിലേക്ക് കൊണ്ടുവരികയാണ്. അയാളിപ്പോ കാറിലേക്ക് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വെടികൊണ്ടിട്ടുള്ള ആ ഒരു പോലീസുകാരന്റെ യൂണിഫോം മാത്രമേ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടിട്ട് ഇവന്മാർ രണ്ടുപേരും കിളി പോയി അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡിക്കിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം വരുന്നുണ്ട്. പോലീസ് ഓഫീസർ പോയിട്ട് ഇപ്പോൾ ഡിക്കി തുറന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ ഒരു പോലീസുകാരൻ വെറും ചഡ്ഡി മാത്രം ഇട്ടിട്ട് കെട്ടി വരിഞ്ഞ നിലയിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവനെ അഴിച്ചുവിട്ടതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട് എന്നെ അടിച്ചിട്ട് എന്റെ ഡ്രസ്സ് മുഴുവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ മറ്റേ പോലീസുകാരൻ ഇവന്മാരായിരിക്കും ഇത് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. അകത്ത് നിന്നിട്ട് ഒരു ഗണ്ണുമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് ചാടി ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇറങ്ങിയ ഇറക്കത്തിൽ അയാൾ അലച്ചു തല്ലി താഴേക്ക് വീഴാണ്. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഇപ്പോൾ അറിയാതെ ഫയർ ആവുന്നുണ്ട്. അത് നേരെ പോയിട്ട് ആ ഒരു കാർ പഞ്ചറാക്കാണ്. ഈ ഒരു കാര്യം കൂടി കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ അണ്ണന്മാർ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോലീസുകാരൻ നമ്മളെ കൊല്ലാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അവന്മാരിപ്പോ അവിടുന്ന് 100 ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. പോലീസുകാരനെ തോക്കുമായിട്ട് ഇവരുടെ പുറകെ തന്നെ ഓടി വരുന്നുണ്ട്. എന്നാലും ഇവന്മാർ ഓടി തടിയെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെയും അവന്റെ ബ്രദറിനെ കൂടിയിട്ട് ഒരു റൂമിൽ കൊണ്ടിട്ട് ആ ഒരു ലേഡി കെട്ടിയിട്ടിരിക്കുന്നു. ഇവരുടെ രണ്ടുപേരെയും പാസ്പോർട്ട് എടുത്തിട്ട് അവള് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്റെ ഹാൻഡ് ബാഗ് എടുത്ത് പോയിട്ടുണ്ട്. അതെങ്ങനെ എനിക്ക് തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നെ ഞാൻ കൊന്നു കളയുന്ന പറയാണ്. ഇവിടുന്ന് കട്ടിയിട്ട് ഫ്രണ്ട്സിനെ കാണിക്കുകയാണെങ്കിൽ കയ്യിൽ പൈസ ഇല്ല, ഈ ഒരു നാട്ടിലെ ലാംഗ്വേജും അറിയില്ല, ആരെങ്കിലും വിളിച്ച് ഹെൽപ്പ് ചോദിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ യുവമാരുടെ കയ്യിൽ ഒരു ഫോൺ പോലും ഇല്ല. ബോബി ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ ആ ഒരു ഹാൻഡ് ബാഗ് അത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അതും കൊറിയൻ ഭാഷയിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് എന്താന്നുള്ളത് യുവമാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല. എന്നാൽ അതിന്റെ അകത്ത് ഒരു ലോക്കറിന്റെ ചാവിയും 2 ബോട്ട് ടിക്കറ്റും ഉണ്ട്. ഇപ്പൊ ഒരു മാപ്പ് എടുത്തിട്ട് ഈ ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കേഷൻ എവിടെയാന്നുള്ളത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് വെടി കൊണ്ടിട്ടുള്ള പോലീസുകാരനല്ലേ അയാളെയാണ് കാണിക്കുന്നത്. അയാൾ ഇപ്പൊ ബുള്ളറ്റ് എല്ലാം പുറത്തെടുത്തിട്ട് അതിന് മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ആ ഒരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ സാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറിനെ വിളിക്കുന്നുണ്ട്. ഇയാൾ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ എന്തൊക്കെയോ വോയിസ് മെയിലും ഇപ്പോ അയാൾ അയക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വോയിസ് മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇവനിരിക്കുന്ന ഈ ഒരു വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവന്റെ വീടല്ല, ആ ഒരു ഡോക്ടർ സാങ്ങിന്റെ വീടാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രാവിലെ മുതൽ ഈ ഒരു ഡോക്ടറിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട് വരെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ഇയാളാണെന്നുണ്ടെങ്കിൽ നെഞ്ചത്തുള്ള ആ ഒരു മുറിവൊക്കെ വെച്ച് കെട്ടിയതിനു ശേഷം ഒരു ബീർ അടിക്കാനായിട്ട് ഫ്രിഡ്ജ് തുറക്കാണ്. നോക്കുമ്പോൾ അതിൽ ഡോക്ടർ സാങ്ങിന്റെ ബോഡി ഉണ്ടായിരുന്നു. ആക്ച്വലി പോലീസുകാരന്റെ വേഷം കെട്ടിയിട്ടുള്ള ഇവനാണെന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ കൊല്ലുന്ന ഒരു അസാസിനാണ്. ഇവൻ ഈ ഒരു ഡോക്ടറിനെ എന്തിനാണ് കൊന്നതെന്നുള്ളത് നമുക്കറിയില്ല. മരിച്ചുപോയിട്ടുള്ള ഈ ഒരു ഡോക്ടർ നമ്മുടെ പോലീസുകാരന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. പോലീസുകാരൻ ഇപ്പോൾ ഡോക്ടറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അകത്തുള്ള അസാസിനാണെന്നുണ്ടെങ്കിൽ ടി വി ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അയാളുടെ തോക്കും ലോഡ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കുറെ നേരം ആ ഒരു ഭാഗത്തൊക്കെ ചുറ്റി നടന്നിട്ട് ഉള്ളിൽ ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് പോലീസുകാരൻ ഇപ്പോൾ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവനെ ഞാൻ കൊന്നിട്ടുണ്ട്, ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയണം എന്നൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ അവളുടെ ഫോൺ ഇപ്പോൾ ഓഫായി പോകുന്നുണ്ട്. അവളിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിന്റെ ബ്രദർ ഹീറോയിന്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കെട്ട് വായ കൊണ്ട് കടിച്ചു മുറിക്കുകയാണ്. ഹീറോ ഇപ്പൊ മെല്ലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്തിട്ട് അവളുടെ തലയിലേക്ക് അടിക്കാനായിട്ട് മെല്ലെ മെല്ലെ നടന്നു വരുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ ബ്രദറിന്റെ ഫോൺ റിംഗ് ആവാണ്. ആ ഒരു സൗണ്ട് കേട്ടിട്ട് ഇവള് തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തൊട്ട് ബാക്കിലായിട്ട് ഹീറോ ഫ്ലവർ ബേസും പിടിച്ചിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയി നിൽക്കുന്നതാണ് ഇവള് കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ക്യാക്യോ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. അടി കിട്ടിയ സമയത്ത് തന്നെ ആശാൻ തറയിലേക്ക് തെറിച്ചു വീണിട്ട് അവിടുന്ന് തന്നെ ബോധം പോകുന്നുണ്ട്. ഇപ്പൊ ഹീറോയിന്റെ ബ്രദറിന്റെ അടുത്തേക്ക് വന്നിട്ട് അവൾ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ഇതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുള്ള ഏതെങ്കിലും ഷോപ്പിലേക്ക് പോയിട്ട് ഇതെല്ലാം വാങ്ങിച്ചിട്ട് വരണമെന്ന് ഇംഗ്ലീഷിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവനെ പുറത്തേക്ക് വിടുകയാണ്. ഇവനും പുറത്തേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇവള് പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ടിവിയിൽ ഒരു ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഹീറോയിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇന്നലെ ഇവൾ ഏതൊരു പെണ്ണിനെ കൊന്നതായിട്ടും അവൾ ഈ ഒരു നാട് മുഴുവനും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും ആ ഒരു ന്യൂസിൽ പറയാണ്. ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ അവൻ മെല്ലെ ആ ഒരു ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ ആ ഒരു അസാസിനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ ടോമിനെ കാണാണ്. ആക്ച്വലി ഹീറോയിൻ ഇവനെ ഷൂട്ട് ചെയ്ത
സമയത്ത് ടോമിനെയും ഇവൻ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുകയാണ്. ടോം ആ ഷോപ്പിൽ നിന്നും ഇറങ്ങിയിട്ട് ഇവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അസാസിനും അവനെ ഫോളോ ചെയ്തിട്ട് വരാണ്. ഇവൻ വാതിലിൽ തട്ടുന്നതെല്ലാം അസാസിൻ കാണുന്നുണ്ടായിരുന്നു. അസാസിൻ ഗണ്ണെടുക്കാനായിട്ട് മാറിയ സമയത്ത് ഓപ്പോസിറ്റ് റൂമിൽ നിന്നും ഹീറോയിൻ ഇപ്പോൾ അവനെ പിടിച്ച് ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട്. കാരണം ഇവൻ തട്ടിക്കൊണ്ടിരുന്നത് വേറൊരു റൂമിന്റെ ഡോറായിരുന്നു. ഇപ്പൊ ഗണ്ണും കാര്യങ്ങളെല്ലാം ശരിയാക്കിയതിനു ശേഷം ടോം തട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു റൂമിലേക്ക് പോവാണ്. എന്നാൽ അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രണ്ടാളുകൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ അസാസിൻ കയറി വരുന്ന കഴിഞ്ഞപ്പോൾ അയാളെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. അയാൾക്ക് എന്തോ അബദ്ധം പറ്റിയെന്നുള്ളത് അസാസിനും മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു കാര്യമില്ലാതെ ഇപ്പൊ ആ ഒരു റൂമിലുണ്ടായിരുന്നവനാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുത്തിട്ട് അസാസിന്റെ മണ്ടയ്ക്ക് എറിയാണ്. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇയാളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആശൻ നേരെ വന്നിട്ട് വാതിലടയ്ക്കാണ്. പിന്നെന്താ നടക്കുക, രണ്ടെണ്ണത്തിനെ വെടിവെച്ച് പുകച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ റൂമിൽ മറ്റൊരുത്തനും കൂടി ഉണ്ടായിരുന്നു. അവനിപ്പോ വലിയൊരു ബോട്ടിലെടുത്തിട്ട് അസാസിന്റെ തലയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഗണ്ണ് അവന്റെ വായിലേക്ക് തന്നെ വെച്ചിട്ട് അവനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അതിനുശേഷം ബോധം കെട്ടിട്ട് അസാസിൻ നിലത്തേക്ക് വീഴാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇടിച്ചിട്ട് ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിവുകളെല്ലാം അവളിപ്പോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇവളുടെ ഫോണിലേക്ക് ഈ ഒരു സമയത്ത് എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബോബിനെയും ചാൾസിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ കയ്യിലും പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. വിശപ്പ് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബേക്കറിന്റെ ഉള്ളിലേക്ക് മെല്ലെ കയറി വരാണ്. അവിടെ ആരെയും കാണാത്തതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ബണ്ണെല്ലാം എടുത്തിട്ട് ഇപ്പൊ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ബോബി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചില്ലിന്റെ മുകളിൽ യുവന്മാരുടെ ഫോട്ടോ എല്ലാം വരച്ചിട്ട് വാണ്ടഡ് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മിക്കവാറും ആ ഒരു പോലീസുകാരനെ ഒപ്പിച്ച പണിയായിരിക്കും. കയ്യിൽ കെട്ടിയിട്ടായിരുന്ന ബണ്ണ് എടുത്തിട്ട് ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. ഇവർ നേരെ വന്നത് ഒരു ബസ് സ്റ്റോപ്പിലേക്കാണ്. ഇതിനു മുന്നേ ഹീറോയിന്റെ ബാഗിൽ 2 ബോട്ട് ടിക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ തീർച്ചയായിട്ടും അവൾ അങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാന്ന് ഇപ്പൊ പ്ലാൻ ചെയ്യാണ് അവര്. നമ്മുടെ ചാൾസിന്റെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് അവിടേക്ക് പോകാനുള്ള ബസ് ടിക്കറ്റ് ഇവന്മാർ ഒപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനെയും കാണിക്കുകയാണ്. ഹീറോയിന്റെ ബാഗ് ഫ്രണ്ട്സിന്റെ കയ്യിലാണുള്ളത്. അവന്മാർ മിക്കവാറും പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പൊ അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ ഹീറോയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നതാണ്. ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് നീ പോയിട്ട് സംസാരിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. നിന്റെ ബ്രദർ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം നീ മറന്നുകൊണ്ട. എങ്ങാനും ഇവിടുന്ന് രക്ഷപ്പെട്ടോടാനോ അല്ലെങ്കിൽ പോലീസുകാരോട് ഈ ഒരു കാര്യം പറയാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്നുള്ളത് നിനക്ക് അറിയാലോ. പോയിട്ട് വന്നു പറഞ്ഞിട്ട് ഇപ്പോൾ അവനെ പറഞ്ഞയക്കുന്നുണ്ട്. ഇവൻ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഇവന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ വാണ്ടഡ് എന്ന പേരിൽ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ആശ ഷോക്കായി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വയസ്സായിട്ടുള്ള പോലീസ് അംഗങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഹീറോ ഇപ്പൊ അയാളോട് ഇവരെന്താ ചെയ്തിട്ടുള്ളത്, എന്തിനാണ് ഇവരെ വാണ്ടഡ് ആക്കിയിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇവന്മാർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു പോലീസുകാരനെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ കൈയോടെ പിടിച്ചു എന്നൊക്കെ അയാളും പറയാണ്. ഇത് കേട്ടിട്ട് ഷോക്കായിട്ട് അവൻ നേരെ വന്നിട്ട് ഹീറോയിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൾക്കും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ചാൾസും ബോബിയും കൂട്ടിയിട്ട് ആ ഒരു ബസ്സിൽ കയറിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇടയിൽ എവിടെയോ വണ്ടി നിർത്തിയ സമയത്ത് അവന്മാർ മൂത്രമൊഴിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ്. എന്നാൽ ആ ഒരു ഗ്യാപ്പിൽ ബസ് അവിടുന്ന് പോയിട്ടുണ്ട്. അയ്യോ ബസ് പോയിട്ടുണ്ടല്ലോ, ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഏതൊരുത്തൻ ഒരു സ്കൂട്ടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ ചാവി ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചിട്ടില്ല, ആ ഒരു സ്കൂട്ടി എടുത്തിട്ട് അവന്മാർ പോവാണ്. ഇതിനിടയിൽ ഇവർ വന്നിട്ടുള്ള ആ ഒരു ബസ്സിന്റെ ഡ്രൈവർ ഈ വാണ്ടഡ് എന്ന് എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്. അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കാര്യം പറയാണ്. ഈ ഒരു കാര്യം കേട്ടിപ്പോ നമ്മുടെ പോലീസ് അംഗിള് ഇവന്മാരെ പിടിച്ചു അടങ്ങുമെന്നുള്ളൊരു വാശിയിൽ കാറുമായിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അയാളുടെ അസിസ്റ്റന്റ് വന്നിട്ട് പറയാണ്, സർ കാറിന്റെ പഞ്ചറെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, എന്നാൽ ബ്രേക്ക് കുറച്ച് കുറവാണ്, അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് കൂടി പറയാണ്. ഇപ്പൊ ഹീറോയെയും അവന്റെ ബ്രദറിനെയും കൂട്ടിയിട്ട് ഏതോ ഒരു കണ്ണ് കാണാത്ത ലേഡീന്റെ വീട്ടിലേക്കാണ് വന്നത്. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ ഏതോ ഒരു പെണ്ണിനെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു പെണ്ണിന്റെ അമ്മയാണ് ഈ കണ്ണ് കാണാത്ത ലേഡി. ഹീറോയിനും ഈ ഒരു പെണ്ണും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവളിവിടേക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവളുടെ അമ്മ പറയാണ്, നിന്നെ പറ്റിയിട്ട് അവൾ എപ്പോഴും പറയാറുണ്ട്, എന്റെ കണ്ണ് ഓപ്പറേഷന് പൈസ റെഡിയാക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവള് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കരയുന്നുണ്ട്. നീ എന്തായാലും ഇത്രയും ദൂരം വന്നല്ലേ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവരിപ്പോ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഹീറോയിൻ മെല്ലെ അവരുടെ ബെഡ്റൂമിലേക്ക് പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവൾ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരയിൽ 1030 എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് തൂക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ട സമയത്ത് തന്നെ അവള് നൈസായിട്ട് അത് എടുത്തു വെക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫോൺ ഇപ്പോൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരികയാണ്. അത് പിന്നെ എന്റെ ബ്രദറിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്താണ്, എന്നെ തെറ്റിദ്ധരിച്ചിട്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇവിടെ നമ്മുടെ ബോബിയും ചാൾസും കൂടിയിട്ട് എങ്ങനെയൊക്കെയോ ആ ഒരു ഹാർബറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഹീറോയിൻ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന മനസ്സിലാക്കിയിട്ട് അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഹാർബറിന്റെ അടുത്തായിട്ട് ഒരുപാട് ലോക്കറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഹീറോയിന്റെ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ചാവിയുടെ കാര്യം ബോബി ആലോചിക്കുന്നത്. അവനിപ്പോ ആ ഒരു ചാവിയും കൊണ്ട് വന്നിട്ട് ലോക്കർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇവന്മാരെ തുറന്നു നോക്കിയത്. എന്നാൽ അതിന്റെ ഉള്ളിൽ ഒരു പാവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അന്ന് രാത്രി നമ്മുടെ ഹീറോയിനും ആ ഒരു ലോക്കറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവള് അത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോ അതിന്റെ ഉള്ളിൽ നിന്നും അവൾക്കൊരു ലെറ്റർ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ബോബനും ചാൾസും കൂടി എഴുതി വെച്ചിട്ടുള്ള ലെറ്റർ ആയിരുന്നു. നാളെ നീ ഇതേ സ്ഥലത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ തിരിച്ചു തരാണെങ്കിൽ ഈ ഒരു ലോക്കറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനവും നിനക്ക് ഞാൻ തിരിച്ചു തരാമെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ അസാസിൻ ആ ഒരു ബ്ലൈൻഡ് ലേഡിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ അസാസിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരാണ്. വിളിച്ച ആള് പറയുന്നുണ്ട്, നിനക്കൊരു പെണ്ണിനെ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ? എത്ര ദിവസമാണ് നീ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്? 5 കോടി എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് നീ ഇനി മെനക്കെടണമെന്നില്ല. നിനക്ക് പകരമായിട്ട് ഞാൻ പുതിയൊരാളെ അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക്
നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയോട് പറയുന്നുണ്ട്, നാളെ നിങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ട് ആ ഒരു എന്റെ ബാഗും ലോക്കറിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങളും എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ രണ്ടുപേരും ഞാൻ ഫ്രീ ആയിട്ട് വിടാം. ഇപ്പൊ ഇവള് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹീറോയിന്റെ ബ്രദർ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. അവനിപ്പോ അവന്റെ ഭാഷയിൽ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവന്മാരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിഞ്ഞപ്പോ ഹീറോയിൻ എന്തോ ഡൗട്ട് അടിക്കുന്നുണ്ട്. അവള് വന്നിട്ട് ഇപ്പൊ അവന്റെ വായ ഒട്ടിച്ച് ചോദിക്കുന്നുണ്ട്. ഇവർ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു ഹോട്ടലിൽ തന്നെയായിരുന്നു നമ്മുടെ പോലീസ് അംഗിളും വന്നിട്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ വളരെ വിഷമത്തോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവൾക്കൊരു ഫോൺ വരുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു സാധനം തീർച്ചയായിട്ടും നാളെ എനിക്ക് കിട്ടും. അത് നാളെ തന്നെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തേക്കാം. ഞാൻ നാളെ തന്നെ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചർച്ചാണ് കാണിക്കുന്നത്. രാത്രി കിടക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ചാൾസും ബോബനും ഇവിടെയാണ് വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഒരു ചർച്ചിലെ ഫാദർ വന്നിട്ട് ഇവർ രണ്ടുപേരും തട്ടി എണീപ്പിക്കുന്നുണ്ട്. അയാൾ ചൈനീസിലാണ് ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവസാനം ചൈനീസ് അറിയുന്ന ഒരാളെങ്കിലും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയല്ലോ, നിങ്ങൾ ശരിക്കും ദൈവമാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ പുറകെ തന്നെ ഇവന്മാർ രണ്ടുപേരും എണീറ്റ് പോകുന്നുണ്ട്. ഫാദറും ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അവരുടെ സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ചർച്ചിലേക്ക് മറ്റാരോ വന്നിട്ടുണ്ട്. ഫാദർ ഇപ്പോ ആരാ നോക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. ഒരുപാട് സന്തോഷത്തോടെ അവരിപ്പോ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ബോബി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു വാണ്ടഡ് പോസ്റ്റർ ഫാദറിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആരോ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. ഈ ഒരു പോസ്റ്റർ കണ്ട സമയത്ത് തന്നെ ഫാദർ അവർ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ്. വന്നിട്ടുള്ള ആള് നേരെ ഇവരുടെ ഈ ഒരു ക്യാബിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ തന്നെ ഇവന്മാർ രണ്ടുപേരും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്യാബിന് തുറന്നിട്ട് ഹീറോയിൻ ആയിരുന്നു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഹീറോയിൻ അകത്തേക്ക് കയറി വന്നിട്ട് രണ്ടുപേരെയും പടപെടാന്ന് വെടിവെച്ച് കൊല്ലുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ബോബി പെട്ടെന്ന് കണ്ണു തുറക്കാണ്. ഇതെല്ലാം വെറും ഒരു സ്വപ്നമായിരുന്നല്ലേ എന്ന് ആലോചിച്ചിട്ട് അവനങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇവൻ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളതുപോലെ ആ ഒരു ഫാദർ അങ്ങോട്ടേക്ക് വരികയാണ്. അവരടുത്ത് ചൈനീസ് ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള അതേ ഫാദർ ഇവിടേക്ക് വന്നിട്ട് സെയിം ഡയലോഗ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാദർ ഇപ്പോ അവർക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബോബി കിളി പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടിട്ട് ഫാദർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോ അടുത്തതായിട്ട് എന്താ സംഭവിക്കാന്നുള്ളത് ബോബിക്ക് നേരത്തെ തന്നെ അറിയാലോ. അവനിപ്പോ ചാൾസിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാണ്. എന്നാൽ ചാൾസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ നല്ല വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഡ്രീമിൽ കണ്ടതുപോലെ തന്നെ ആ ഫാദർ ആരോടോ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ ഡ്രീമിൽ കണ്ടതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അകത്തേക്ക് വന്നത് പോലീസ് ഓഫീസർ ആയിരുന്നു. ഓഫീസർ അകത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ബോബി ചാൾസിനെ കൂട്ടിയിട്ട് അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ ഹീറോയെ മാത്രം കൂട്ടിയിട്ട് ബോബി പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോലീസുകാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ബോബിയാണ് അവരെ വിളിച്ചു വരുത്തിയെന്നാണ് നമ്മുടെ ഹീറോയിൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസുകാർ വന്നത് മറ്റൊരു കേസ് റിലേറ്റഡ് ആയിട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഹീറോയിൻ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോവാണ്. അവർ പോയത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേഡിയത്തിലേക്കായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഹീറോയിനോട് വണ്ടിയിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് അവളിപ്പോ സ്റ്റേഡിയത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. അവിടെ ഒരു വോക്കി ടോക്കി ഇവൾക്ക് വേണ്ടിയിട്ട് ആരോ വെച്ചിട്ടുണ്ട്. വേഗം അതെടുത്ത് നോക്കുകയാണ്. ഇപ്പൊ വാക്കി ടോക്കി വെച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവളോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നീ വന്നോ, ഇന്ന് ആ ഒരു പൈസ തരാന്നല്ലേ നീ പറഞ്ഞത്, അത് എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ചില ടൂറിസ്റ്റുകൾ എന്റെ ബാഗ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കും. എത്രയും വേഗം ആ ഒരു പൈസ നിന്റെ അടുത്തേക്ക് എത്തിക്കാന്ന് പറയാണ്. ഇത് കേട്ടിപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടായിരുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. നീ ഇനിയും താമസിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാവും. നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്, അത് തുറന്നു നോക്കാൻ പറയാണ്. ഇപ്പൊ ഹീറോയിനും ഇവൻ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ആ ഒരു ബോക്സ് എടുക്കുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു വിരലായിരുന്നു. ഇത് കഴിഞ്ഞപ്പോ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. നീ അവളുടെ വിരൽ കട്ട് ചെയ്ത് കളഞ്ഞോ, എന്റെ മോളെ നീ എന്താ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ കരയുന്നുണ്ട്. ഇപ്പൊ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആള് പറയാണ്, അത് അവളുടെ വിരലല്ല എന്റെ വിരലാണ്. ഇനിയും താമസിച്ചിട്ടുണ്ടെങ്കിൽ അവര് അവളുടെ വിരലും വെട്ടിക്കളയും. അപ്പൊ സമയം കളയാതെ എത്രയും പെട്ടെന്ന് ആ ഒരു കാശ് കണ്ടുപിടിക്കുക. ആക്ച്വലി ആരോ ഒരാൾ പൈസ ചോദിച്ചിട്ട് ഇവളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവള് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ആളുടെ വിരൽ തന്നെ അയാളുടെ മുകളിലുള്ള ആളുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോ കാറിന്റെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇവൻ ഡാഷ്ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു പത്രം ഇപ്പൊ വെറുതെ എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. നോക്കുമ്പോ ഹീറോയിൻ ആരെയോ കൊന്നിട്ടുണ്ട്, അവളെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ ആ ഒരു ന്യൂസിലുണ്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് തന്നെ ആശാന് നല്ല രീതിയിൽ പേടിയാവാണ്. ഇവൻ വണ്ടിയുടെ ചാവി വെച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന കെട്ട് മുറിച്ചു കളയാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ഹീറോയിൻ വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ഹീറോ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവള് നല്ല രീതിയിൽ ടെൻഷനായിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് മനസ്സിലാവാതെ അവിടുന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. ഇപ്പൊ നോക്കുന്ന സമയത്ത് അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു കാറിന്റെ ഉള്ളിൽ നമ്മുടെ ഹീറോ ഇരിക്കുന്നുണ്ട്. അവന്റെ തൊട്ടടുത്തായിട്ട് വേറൊരാളും കൂടി ഉണ്ട്. അവന്റെ അടുത്ത് ഹീറോ ഇപ്പൊ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അയാളിപ്പോ ഞാനൊരു പോലീസാണ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ അവൾക്കൊരു സംശയം തോന്നാതിരിക്കാനായിട്ട് നീ അവളുടെ കൂടെ തന്നെ നിൽക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ചാൾസിനെയും ബോബിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ബൈക്ക് കൊണ്ട് ഒരുപാട് ദൂരം വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴേക്കും ബൈക്കിന്റെ പെട്രോൾ തീർന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തുകൂടി പാസ് ചെയ്ത് പോവുകയാണ്. എന്നാൽ ഹീറോയിന്റെ അടുത്തുള്ള ആ ഒരു ദേഷ്യത്തിലാണ് അവൾ വന്നേന്നുള്ളത് കൊണ്ട് തന്നെ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ പയ്യന്മാരെ അവൾ കാണുന്നില്ല. ഇവന്മാരിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ പെട്രോൾ തീർന്നല്ലോ, ഏതെങ്കിലും വണ്ടിന്റെ ഉള്ളിൽ നിന്ന് ആരും അറിയാതെ പെട്രോൾ ഊറ്റാന്ന് പറഞ്ഞ് ഒരു പൈപ്പും സെറ്റ് ചെയ്തിട്ട് അവന്മാർ പോവാണ്. ഒരു ഹോട്ടലിന് മുന്നിൽ കിടക്കുന്ന കാറിൽ നിന്നും പെട്രോൾ ഊറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഹീറോയിന്റെ കാർ അവിടെ കിടക്കുന്നത് ഇവർ കാണുന്നുണ്ട്.
പോലീസുകാരൻ ഇപ്പോൾ ഹീറോയിനോട് പറയാണ്, ഹീറോയിനെ പിടിക്കാനായിട്ട് നീയാണ് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല നിന്റെ ബ്രദർ ഇപ്പോഴും അവളുടെ കൂടെയല്ലേ ഉള്ളത്. അവനെ രക്ഷിക്കണമെങ്കിൽ നീ വീണ്ടും അവളുടെ അടുത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അയാളിപ്പോ അവനൊരു ഫോൺ കൊടുക്കുകയാണ്. ഇത് നീ കയ്യിൽ വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയാണ്. ഹീറോയും ഇപ്പൊ അത് വാങ്ങിയിട്ട് നേരെ ഹോട്ടലിലേക്ക് വിച്ച് പിടിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ പോലീസ് അങ്കിളുടെ മുന്നിലാണ് പോയി പെട്ടത്. അല്ല, നമ്മൾ ഇതിനു മുന്നേ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ, നീ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ലേ, ആ ഒരു ഫോറിനേഴ്സിനെ പറ്റിയിട്ടൊക്കെ നീ ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവന് സംശയത്തോടെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഹൈ ബേബി, നീ എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലവറിനെ പോലെ അവന്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ട് പോലീസ് അങ്കിളിന്റെ അടുത്ത് നിന്ന് അവനിപ്പോ രക്ഷിച്ചെടുക്കുകയാണ്. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്ന ബോബിയും ചാൾസും കാണുന്നുണ്ടായിരുന്നു. ഹീറോയിനും കൂടി ഇത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നു കഴിഞ്ഞപ്പോൾ യുവമാർക്കും എന്തോ ഒരു ഡൗട്ട് അടിക്കുകയാണ്. അവരെ ഫോളോ ചെയ്തിട്ട് ഹീറോയിന്റെ റൂം ഏതാന്നുള്ളത് യുവമാർ കണ്ടുപിടിക്കുന്നുണ്ട്. ഹീറോയിനിപ്പോ ഹീറോയും കൊണ്ട് വന്നത് ഒരു കാട്ടിലേക്കായിരുന്നു. അവിടെ എത്തിയ സമയത്ത് തന്നെ ഒരു ഗൺ എടുത്തിട്ട് അവന്റെ തലയിലേക്ക് ചൂണ്ടാണ്. ഓ, നീ എന്റെ അടുത്ത് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ചല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ അവന്റെ നേരെ ഗണ്ണ് ചൂണ്ടാണ്. അത് പിന്നെ നീ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് ഞാൻ ഒരു ന്യൂസിൽ കണ്ടിരുന്നു, പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ടത്, അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ പോയത് എന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ തൊട്ടു ബാക്കില് മറ്റൊരാൾ വന്ന് നിൽക്കുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, അസാസിൻ തന്നെയായിരുന്നു. അയാളിപ്പോ രണ്ടുപേരും തൂക്കിയെടുത്തിട്ട് അയാളുടെ ഒരു ഗോഡൌണിലേക്ക് കൊണ്ടുവന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. ഹീറോയിന്റെ അടുത്ത് ആ ഒരു പൈസ വെച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. കുറെ ചോദിച്ചിട്ടും അവൾ പറയാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് അവളെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ അവസാനം അവൾ പറയുന്നുണ്ട് ഹീറോയിന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണ് അതുള്ളതെന്നുള്ളത്. ഇതേ സമയത്ത് അസാസിൻ ഗണ്ണെടുത്തിട്ട് ഹീറോയിനെ കൊല്ലാൻ തുടങ്ങുന്നുണ്ട്. ഹീറോയിൻ അസാസിനെ തടുക്കുകയാണ്. അവനെ കൊന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് നിന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ ആ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് അവളുടെ കൈകാലുകളുടെ അനക്കം നിൽക്കുന്നതുവരെ ആ ഒരു വെള്ളത്തിൽ അങ്ങനെ മുക്കി പിടിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് വാ നമുക്ക് നിന്റെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവനെ കൂട്ടിയിട്ട് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. എന്തോ അർജന്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വരാം, ഞാൻ വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിന് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കെട്ടിയിട്ടുണ്ടായിരുന്ന കസാര എടുത്തിട്ട് മെല്ലെ എണീക്കുകയാണ്. നേരെ മുന്നിലുണ്ടായിരുന്ന സ്റ്റെയറിലേക്ക് മെല്ലെ മെല്ലെ കയറിയിട്ട് അവിടുന്ന് താഴേക്ക് എടുത്ത് ചാടുന്നുണ്ട്. നിലത്ത് വീണ സമയത്ത് കസാര പൊട്ടിയിട്ട് കയറുകളെല്ലാം ലൂസ് ആയിട്ടുണ്ട്. ഹീറോ ബാക്കിയുള്ള കയറും കൂടി അഴിച്ചു കളഞ്ഞിട്ട് വേഗം പോയി ഹീറോയിനെ വെള്ളത്തിൽ നിന്നും പിടിച്ചു പൊക്കിയിട്ട് അവൾക്ക് CPR ഒക്കെ കൊടുത്തിട്ട് ഒരു വിധത്തിൽ അവളുടെ ശ്വാസം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഹീറോയിനോട് പറയുന്നത്. ആക്ച്വലി ഇവള് കൊന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെണ്ണിന്റെ പേര് സൂഹി എന്നാണ്. ഹീറോയും സൂഹിയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് സൂഹി അവളുടെ അമ്മയുടെ കണ്ണിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു മാഫിയ ഗ്യാങ്ങിന്റെ പൈസ അവിടുന്ന് നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവൾ അടിച്ചു മാറ്റിയത് ബ്ലാക്ക് മണി ആയതുകൊണ്ട് തന്നെ അവർക്ക് പോലീസിലേക്കും പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവളെ ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ അസാസിനെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അസാസിനെ ഇവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സൂഹിക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലാവുകയാണ്. അവൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളിപ്പോ അസാസിനെ അറിയാതെ അയാളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ അയച്ചു കൊടുക്കുന്നുണ്ട്. 2 ബോട്ട് ടിക്കറ്റും അതുപോലെ തന്നെ ഒരു ലോക്കറിന്റെ ചാവിയും അതിന്റെ കൂടെ ഒരു ലെറ്ററും വെച്ചിട്ട് നമ്മുടെ ഹീറോയിൻ അയക്കുകയാണ്. എന്നാൽ ആ കാര്യമൊന്നും അറിയാത്ത അസാസിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അവളെ വന്നിട്ട് കൊല്ലുന്നുണ്ട്. ഹീറോയിൻ അവളുടെ ഫ്ലാറ്റിലേക്ക് വന്നിട്ട് നോക്കുമ്പോൾ ബാത്ടബിൽ അവൾ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുകയാണ്. സൂഹി മരിച്ചു പോയിട്ടുള്ള ആ ഒരു ഷോക്കിൽ അവിടെ ഇവിടെ എല്ലാം തൊട്ടിട്ട് അവളുടെ ഫിംഗർ പ്രിന്റ് ആ ഒരു ഫ്ലാറ്റ് മുഴുവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇവളാണ് അവളെ കൊന്നെന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. അത് മാത്രമല്ല ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലത്തെ മാനേജർ ഈ ഒരു മാഫിയ ഗ്യാങ്ങിനോട് ഇപ്പൊ ഉത്തരം പറയേണ്ടതായിട്ടുണ്ടല്ലോ. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ബ്രദറിന്റെ മകളെ തട്ടിക്കൊണ്ട് പോവാണ്. ഹീറോയിനെ വിളിച്ചിട്ട് നീയല്ലേ സൂഹിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആള്, അവൾ മരിക്കുന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് മര്യാദയ്ക്ക് ആ ഒരു പൈസ കണ്ടുപിടിച്ചിട്ട് എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂഹി മരിക്കുന്നതിന് മുന്നേ അസാസിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഹീറോയിനെ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെച്ചിട്ട് സൂഹിനെ കൊന്നതാരാന്നുള്ളത് നമ്മുടെ ഹീറോയിന് മനസ്സിലായിട്ടുണ്ട്. ഫസ്റ്റത്തെ സീനിൽ അയാൾ പോലീസുകാരനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സമയത്ത് അതുകൊണ്ടാണ് അവള് അയാളെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹീറോയിൻ അങ്ങനെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം അവളുടെ ബ്രദറിന്റെ മകളുടെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ഹീറോ ഞെട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സീനിൽ അവനെ ഒരു പെൺകുട്ടി ആ ഒരു ഷോപ്പിൽ വെച്ചിട്ട് പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അവള് തന്നെയായിരുന്നു അത്. ഹീറോ ഇവ പറയാണ്, ഓ ഇവളാണോ നിന്റെ നെഫ്യൂ, ഈ കുട്ടി എന്റെ സ്റ്റുഡന്റ് ആണ്. അന്ന് സ്കൂൾ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആരോ ഒരാള് അവളെ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് അവളുടെ അച്ഛനാണെന്നാണ്. ശരിക്കും അത് ആ ഒരു മാനേജർ ആയിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പൊ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂട്ടിയിട്ട് ഇവന്റെ അനിയനുള്ള ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നാൽ വാതിൽ തുറന്നത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. തൊട്ടടുത്ത നിമിഷം തന്നെ ആരോ രണ്ടുപേര് ഇവരെ അങ്ങോട്ട് പുതപ്പിക്കുകയാണ്. ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അത് മറ്റാരും ആയിരുന്നില്ല, അത് നമ്മുടെ ബോബിയും ചാർലി ആയിരുന്നു. രണ്ടുപേരും ഇപ്പൊ ചെയറിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഹീറോയിനെ കെട്ടിയതൊക്കെ, എന്നാൽ ഇവനെ എന്തിനാണ് കെട്ടിവെച്ചേക്കുന്നത്? ഇവര് രണ്ടുപേരും കൂടിയിട്ട് പോലീസുകാരോട് സംസാരിക്കുന്നത് നമ്മുടെ ചെക്കന്മാർ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു സമയത്ത് ഇവർ വിചാരിച്ചത് ഈ പോലീസുകാരനും ഹീറോയിനും അതുപോലെ തന്നെ ഹീറോയിൻ ചേർന്നിട്ട് എന്തോ ഒരു പ്ലാൻ ഒപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആശാനും ഇപ്പൊ അവിടെ കെട്ടിവെച്ചിട്ടുള്ളത്. ഹീറോ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവന്മാരെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. പക്ഷെ എത്ര പറഞ്ഞിട്ടും അവന്മാർക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഹീറോയിന് ചൈനീസ് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ ചൈനീസ് ഭാഷയിൽ ഒരുപാട് തെറി പറയുന്നുണ്ട്. കുറച്ച് സമയം കേട്ടുകഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രാന്തളകാണ്. ഇപ്പൊ അതിനായിട്ടുള്ള ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അണ്ണന്മാരെ ട്രൗസർ അഴിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ അസാസിനെ നോക്കുകയാണെങ്കിൽ അയാളിപ്പോ ഒരു കാറിലിരിക്കുന്നുണ്ട്. ഇവന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പോലീസുകാരനുണ്ട്. അയാള് ആക്ച്വലി ഒരു പോലീസുകാരനൊന്നും അല്ലായിരുന്നു. മറ്റേ മാഫിയ ഗ്യാങ് പുതിയതായിട്ട് ഹയർ ചെയ്തിട്ടുള്ള ഒരു അസാസിനാണ് ഇയാള്. ഇതേ സമയത്ത് തന്നെ അസാസിനെ ആ ഒരു മാഫിയ ഗ്യാങ്ങിന്റെ ലീഡർ വിളിക്കുന്നുണ്ട്. ഇത്രയും നാൾ നീ ആ ഒരു പെണ്ണിന്റെ പുറകെ നടന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലല്ലോ, നിങ്ങൾക്ക് വയസ്സായും തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഇനി അധികം ഡയലോഗ് നടിക്കാതെ എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള പൈസ വാങ്ങിയിട്ട് റിട്ടയർഡ് ആയിക്കോന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ പുതിയ അസാസിൻ അവനൊരു ബോക്സ് നിറച്ചും പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാളെ കളിയാക്കുന്ന രീതിയിൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ദേഷ്യം വരുന്ന ഇയാളെ കളിയാക്കുന്നത് തീരെ പിടിച്ചില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ അവനെ വെടിവെച്ച് കൊന്നിട്ട് ആ ഒരു പൈസ എടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും റൂമില് ഇപ്പൊ ഹീറോ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അന്ന് ആ ഒരു കുട്ടീനെ കാറിൽ ഒരാൾ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, എനിക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഹീറോ ഇപ്പൊ പറയാണ്. ബോബിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊന്നും പോയി തലയിടണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ചാൾസ് അവർക്ക് ആ ഒരു ലോക്കർ റൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാവയായിട്ട് വരികയാണ്. അതിപ്പോ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. അവളും അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അത് മുഴുവനും കയറി പറിച്ച് നോക്കുകയാണ്. എന്നാൽ പ്രത്യേകിച്ചൊന്നും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ശരി, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തില് അവരവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഫ്രണ്ട്സ് വന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നീ ഈ ഒരു ബിയറും കഴിച്ചിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കുക, ഞങ്ങൾ പോയിട്ട് വണ്ടിയിൽ ഇച്ചിരി പെട്രോൾ അടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവന്മാര് പുറത്തേക്ക് പോവാണ്. അവൻ ബിയർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ QR കോഡ് നോട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവൻ എന്തോ ഒരു കാര്യം കത്താണ്. പെട്ടെന്ന് തന്നെ ഇവനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പോലീസുകാരനെ ഇവൻ വിളിക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ ഫോൺ ഇപ്പോൾ ഉള്ളത് അസാസിന്റെ കയ്യിലാണ്. അയാൾ ഫോൺ എടുത്ത് ഒഴിക്കുന്ന ഹീറോ പറയാണ്, ഹീറോയിൻ മാനേജറെ കാണാനായിട്ട് ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അവിടേക്ക് മാനേജർ അവളുടെ നെഫ്യൂനെ കൊണ്ട് വരും, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് പോയിട്ട് അവളെ രക്ഷിക്കണം, ഞാനും ഉടനെ തന്നെ വരാന്ന് പറഞ്ഞിട്ട് അവന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് റൂമിലൊരു നോട്ട് എഴുതി വെച്ചിട്ട് ഹീറോ ഇപ്പൊ ആ ഒരു ലൈറ്റ് ഹൗസിലേക്ക് പോവാണ്. ഇവിടെ നമ്മുടെ പയ്യന്മാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു റെസ്റ്റോറന്റിൽ പോയിരുന്നിട്ട് മടമടാന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ടോം ഹീറോയെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ചാൾസും അതിന് സപ്പോർട്ട് ചെയ്യാണ്. എന്നാൽ ബോബി മാത്രം ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവർ രണ്ടുപേരെയും വഴക്ക് പറയുന്നുണ്ട്. ദേഷ്യം വന്നിട്ടുള്ള ടോം ഇപ്പൊ അവിടെ എണീറ്റ് പോവാണ്. ഈ സമയത്ത് നമ്മുടെ പോലീസ് അംഗിള് ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി വരുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ബോബിനെയും ചാൾസിനെയും അയാൾ കാണാണ്. ഇപ്പൊ ഗണ്ണ് ചൂണ്ടിട്ട് രണ്ടെണ്ണത്തിനെയും കാറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ബാക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്ന ടോം ഒരു കല്ല് വെച്ചിട്ട് നമ്മുടെ പോലീസ് അംഗിളിനെ അടിച്ച് നിലത്തിടാണ്. ഇപ്പൊ ബോബിയും ചാൾസും ഷോക്കായിട്ട്, നീ എന്തിനാണ് അയാളെ അടിച്ചത്, ഇയാളൊരു പോലീസുകാരനാണ്, ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ഇപ്പൊ ടോം പറയുന്നുണ്ട്, കുഴപ്പമില്ല, അയാൾ ബോധം വന്ന സമയത്ത് നമുക്ക് അയാളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കാം. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്ക് കൊറിയൻ അറിയില്ലല്ലോ. സോ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്ത് ആ ഒരു പള്ളിയിലച്ചന്റെ കാര്യം ഓർമ്മ വന്നു. പിന്നെ പോലീസുകാരനെ പൊക്കിയെടുത്തിട്ട് നേരെ പള്ളിയിലച്ചന്റെ അടുത്തേക്ക് പോവാണ്. ഈ പോലീസുകാരന് ബോധം വന്ന സമയത്ത് പള്ളിയിലച്ചൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോനെ ഹെൽപ്പ് ചെയ്യാന്ന് ഇപ്പോ പോലീസ് അംഗിൾ പറയാണ്. ഇപ്പൊ പള്ളിയിലച്ചനും പോലീസ് അംഗിളും അതുപോലെ തന്നെ നമ്മുടെ ചെക്കന്മാരും കൂടിയിട്ട് ആ ഒരു ലൈറ്റ് ഹൗസിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ ലൈറ്റ് ഹൗസിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഇപ്പോ മാനേജറും വരികയാണ്. അയാളുടെ കൂട്ടത്തിൽ തന്നെ ഇവളുടെ നെഫ്യൂ ഉണ്ട്. മാനേജർ ആ ഒരു കുട്ടിയുടെ നേരെ കണ്ണു ചൂണ്ടിയിട്ട് ഇവളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവൻ ചോദിക്കുന്ന ആ ഒരു പാസ്വേഡ് ഒന്നും അറിയില്ലായിരുന്നു. ദേഷ്യം വന്ന ആ ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു കുട്ടീനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോ എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എനിക്ക് ആ ഒരു പാസ്വേഡ് അറിയാം, അവളെ കൊല്ലരുന്ന് പറയാണ്. ആക്ച്വലി മാനേജർ ചോദിക്കുന്ന ആ ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ സുഹിയുടെ അക്കൗണ്ടിലുള്ള 5 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഹീറോ ഇപ്പൊ ആ ഒരു പാസ്വേഡ് ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാനേജറിന്റെ ലാപ്ടോപ്പിൽ ഹീറോയിൻ പാസ്വേഡ് അടിക്കുകയാണ്. അത് കറക്റ്റ് ആയിട്ട് തന്നെ മാച്ച് ആവുന്നുണ്ട്. ഇവൻ എവിടുന്നാണ് പാസ്വേഡ് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ബിയർ ബോട്ടിൽ ഒരു QR കോഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ ഒരു QR കോഡ് ആ ഒരു പാവയിൽ ഉണ്ടായിരുന്നു. ആ നമ്പറാണ് ഹീറോ ഇപ്പൊ പറഞ്ഞു കൊടുത്തത്. മാനേജർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അയാൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കുട്ടീനെയും അവർക്ക് കൊടുത്തിട്ട് ലാപ്ടോപ്പായിട്ട് അവിടുന്ന് പോവാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ എവിടുന്ന് ഒരു ബുള്ളറ്റ് വന്നിട്ട് മാനേജറുടെ നെഞ്ചിലേക്ക് തന്നെ കയറുന്നുണ്ട്. അത് ആരാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അസാസിൻ ആയിരുന്നു. അയാളിപ്പോ അവിടെ നിന്നിട്ട് ചറവറാന്ന് ഇവർക്ക് നേരെ വെടിവെക്കുന്നുണ്ട്. ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞപ്പോ 3 പേര് കൂടി ഓടിയിട്ട് ആ ഒരു ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അവിടുന്ന് എസ്കേപ്പ് ആവാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഹീറോ ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അസാസിൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബുള്ളറ്റ് അവന്റെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് പേടിച്ചു പോയിട്ടുള്ള ഹീറോ ഫോൺ എടുത്തിട്ട് അവൻ ആ ഒരു പോലീസുകാരനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ബിൽഡിംഗിന്റെ പുറത്തുനിന്ന് ആ ഒരു ഫോണിന്റെ റിംഗ് കേൾക്കാണ്. അത് കേട്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അസാസിനാണെന്നുണ്ടെങ്കിൽ പുറത്തു വന്നിട്ട് ആ ഒരു ഡോറിന്റെ ലോക്കിലേക്ക് ചറ പറന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ പോലീസ് അംഗിളും ടീമും അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവരെ കണ്ട സമയത്ത് തന്നെ അസാസിൻ അവിടേക്ക് തിരിഞ്ഞിട്ട് അവരെയും വെടിവെക്കുകയാണ്. ഇവനെങ്ങനെ ഷൂട്ട് ചെയ്തതിൽ ആ ഒരു വണ്ടിന്റെ ബ്രേക്ക് വയർ കട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി നിർത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിപ്പോ പാഞ്ഞു വന്നിട്ട് അസാസിനെ തട്ടിയിട്ട് ആ ഒരു ലൈറ്റ് ഹൗസിലേക്ക് ഇടിക്കുകയാണ്. ഇതിൽ കോമഡി ആയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് അംഗിളിന് വയ്യാതെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിയിലച്ഛനായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. മരിക്കുന്നതിന് മുന്നേ അസാസിൻ ഫാദറിനോട് പറയാണ്, ആളുകൾക്ക് നല്ലത് ഉപദേശിക്കുന്ന നിങ്ങളാണ് എന്നെ കൊന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഫാദർ ആണെന്നുണ്ടെങ്കിൽ കിളി പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ എല്ലാരും കൂടി ചേർന്നിട്ട് ചന്തിക്ക് വെടി കൊണ്ടിട്ടുള്ള നമ്മുടെ ഹീറോനെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെ ഇപ്പൊ എല്ലാവരും തമ്മിൽ ഫ്രണ്ട്സ് ആവുകയാണ്. അടുത്ത സീനിൽ ഹീറോയിനും അതുപോലെ തന്നെ ആ ഒരു ചെറിയ പെൺകുട്ടിയില്ലേ അവളും കൂടിയിട്ട് ജിജി ദ്വീപിലുള്ള ആ ഒരു ബീച്ചിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനും തമ്മിൽ റിലേഷനിലായിട്ടുണ്ട്.
ഇപ്പൊ നമ്മുടെ പയ്യന്മാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്മാർ വീണ്ടും ആ ഒരു ലോക്കറിന്റെ അടുത്തേക്കാണ് പോയത്. അവിടെ എത്തിയിട്ട് മറ്റൊരു ലോക്കർ ഇപ്പൊ അവന്മാർ ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ആ ഒരു ലോക്കറിനുള്ളിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അത് തുറന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒരുപാട് പൈസ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അസാസിന് വേണ്ടിയിട്ട് ആ ഒരു പോലീസുകാരൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ആ ഒരു പെട്ടി തന്നെയാണ്. ഫാദർ അസാസിനെ ഇടിച്ചു തെറിപ്പിക്കുന്ന സമയത്ത് അയാളുടെ പോക്കറ്റിൽ നിന്നും ആ ഒരു ചാവി നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബോബിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പൈസ ഇവന്മാരുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ പൈസ വെച്ചിട്ട് ആ ഒരു ദ്വീപ് മുഴുവനും ഇവര് അടിച്ചു പൊളിച്ച് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.